ഒരു കാര്യമുണ്ട്. ഈ ഇന്നിപ്പോൾ നിതിൻ രാജിൻ്റെ ഒരു ഓഡിയോ പുറത്തു വന്നു. അതിൽ ഈ സ്റ്റാഫ് റൂമിനകത്ത് ഇങ്ങനെ കൂട്ടം ചേർന്ന് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്ഥലമായി മാറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മറ്റേ അധ്യാപകരുടെ പങ്കുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് വരുന്നത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വോയിസ് കോൺവെർസേഷൻ വന്നത് വളരെ സീരിയസ് ആയിട്ടാണ് പോലീസ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്. ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏത് കാലയളവിലുള്ള വോയിസ് ആണ് എന്നുള്ളതൊക്കെ ഒരു സൈബർ അനാലിസിസിലൂടെ മാത്രമേ ഏത് കാലയളവിലാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ വിഷയത്തിലേക്ക് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് എക്സാമിനേഷൻ വിധേയമാക്കുന്നത് വഴി മറ്റ് എവിഡൻസും കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതിന്റെ എക്സാക്ട്ലി ഡേറ്റ് നമുക്ക് പരിശോധിച്ചതിലൂടെ മാത്രമേ കൊണ്ടുവരാൻ വേണ്ടി നിലവിൽ ആ ഡേറ്റ് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ആ ലോൺ ആപ്പിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിൻ്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആയത് ഉടനെ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൂടെ ഈ വിദ്യാർത്ഥിയിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത് കൂടുതൽ അന്വേഷണത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. ആ പരാതിയിലാണ് നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. അതായത് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള പരിശോധനയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോൺടാക്ട്സ് ഓൾറെഡി പലപ്പോഴും ലോൺ ആപ്പ് കേസുകളിൽ രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ നമ്മളുടെ കോൺടാക്ട്സ് അവരുടെ കയ്യിലേക്ക് നമ്മൾ തന്നെ വളണ്ടറിലി ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആപ്പ് പെർമിഷൻസ് കൊടുക്കുന്ന സമയത്ത് ആക്സസ് ടു കോൺടാക്ട്സ് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ കൊടുത്തു കാണും. പക്ഷേ ആയത് സൈബർ അനാലിസിസിലൂടെ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി കഴിയൂ. അല്ല, അത് മറ്റൊരു അധ്യാപികയുമായി ബന്ധപ്പെട്ടാണ് പരാതി. അതെ അതെ ആയതിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിരന്തരം കോളുകൾ വന്നിരുന്നു. അവർ കോൾ വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഫോണിലേക്ക് ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള കോളുകൾ വരുന്നുവെന്നും ആ കോളുകൾ പൈസ അടയ്ക്കാത്ത പക്ഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും എന്നുള്ള ഒരു ത്രെട്ടണിങ് മെസ്സേജ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് പോലീസ് കാണുന്നത്. ഈ രണ്ട് അന്വേഷണത്തിൻ്റെയും അന്വേഷണ മധ്യേ ഇതിൻ്റെ വളരെ കൃത്യമായിട്ടൊരു പിക്ചർ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് മറ്റ് ആൾക്കാരുടെ എല്ലാത്തിൻ്റെ മൊഴി പോലീസ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. വളരെ ശക്തമായ നടപടികളുമായിട്ട് പോലീസ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. അല്ല, അതിന് മുൻപുള്ള ദിവസങ്ങളിലും കോൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസവും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോൾ വന്നതുകൊണ്ട് തന്നെ ഈ അധ്യാപിക പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിരുന്ന ഒരു ഇൻസിഡൻറ്റ് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്രമാത്രം ഈ പറഞ്ഞിരിക്കുന്ന കോളിൻ്റെ ഒരു ത്രെട്ടണിങ് ആസ്പെക്ട് ഉണ്ട്, അതോടൊപ്പം ഈ മുൻകാലങ്ങളിൽ നടന്നിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ എത്രമാത്രം ഈ സംഭവത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിൻ്റെ മധ്യം നമ്മൾ വ്യക്തത കൊണ്ടുവരേണ്ട കാര്യമാണ്. ഈ സമീപ ദിവസങ്ങളിൽ അങ്ങനെ വല്ല ഇൻസിഡൻസ് റാഗിങ് അധ്യാപകരുടെ ഭാഗത്തുനിന്നെങ്കിലും ഹറാസ്മെന്റ് അങ്ങനത്തെ ഉണ്ടായതായിട്ട് പല പരാതി നമ്മൾക്ക് പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലേക്കുള്ള പരാതികൾ നിലവിലില്ല. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. മറ്റ് ഹോസ്റ്റൽ മേറ്റ്സിൻ്റെ മൊഴി നമ്മൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. അവർക്ക് ആ കോൺഫിഡൻസ് നൽകിക്കൊണ്ട് തന്നെ നമ്മൾ മൊഴി രേഖപ്പെടുത്തും. അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലേക്കുള്ള എവിഡൻസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള വ്യക്തത നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടെ ഈ കേസിൻ്റെ അന്വേഷണ പദ്ധതി നമ്മൾ കൂട്ടിച്ചേർക്കും. തുറന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും മൊഴികൾ നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ നിലവിൽ ഈ കേസിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം ACP കണ്ണൂർ ഹരിപ്രസാദിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ എടുത്ത കേസിൽ തന്നെ സെക്ഷൻസ് ആൾട്ടർ ചെയ്യാം.